ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് ഡെബിറ്റ്, അതേപോലെ തന്നെ എന്താണ് ക്രെഡിറ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഡെബിറ്റ്, എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ എന്താണ് ക്രെഡിറ്റ്, എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും ഡെബിറ്റും ക്രെഡിറ്റും അറിയാമെങ്കിലും പലർക്കും അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല. ഡെബിറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നു. എല്ലാവരും അതിൽ വർക്ക് ചെയ്യുന്നവർ തന്നെയാണുള്ളത്. അക്കൗണ്ടിങ്ങിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നിട്ടുള്ളതിനനുസരിച്ചിട്ട് ഡെബിറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നതിന് ക്രെഡിറ്റ് ചെയ്യുന്നു. പക്ഷേ അത് റൂളുകൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് ജേണൽ എൻട്രീസ് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് എക്സാമ്പിൾ സഹിതമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നതിനെ കുറിച്ചിട്ടാണ്. അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിരേഷൻ. ഇപ്പം ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ റൂളുകളെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതായത് തുടക്കക്കാർക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഒട്ടും താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് വരാം. അതായത് ഈ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. അതായത് എല്ലായ്പ്പോഴും ഒന്നിനെയാണ് ഡെബിറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എല്ലായ്പ്പോഴും ഒന്നിനെയാണ് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലും അക്കൗണ്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലും റൂളുകളുടെ അടിസ്ഥാനത്തിലുമാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, റൂളുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, സാഹചര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതിനെ കുറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ളത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് 4 കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒരു ബിസിനസ്സിലെ സംഭവങ്ങളെല്ലാം നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഇപ്പം എല്ലാവർക്കും അറിയാം, ഇതിന് ബിസിനസ് നടത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് കോമൺ സെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാം ഒരു ബിസിനസ്സിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ ഫസ്റ്റ് എക്സ്പെൻസ് ഉണ്ടായിരിക്കും, ചെലവുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്, ഇൻകം ഉണ്ടായിരിക്കും, വരവുകൾ ഉണ്ടായിരിക്കും. തേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാവുക, അസറ്റ് ഉണ്ടായിരിക്കും, ആസ്തികൾ ഉണ്ടായിരിക്കും. ഫോർത്ത് എന്താണ്, ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ബാധ്യതകൾ. അപ്പോൾ ഈ ഒരു 4 സംഭവങ്ങൾ ഉണ്ടായിരിക്കും ബിസിനസ്സിൽ. അപ്പോൾ ഈ 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ചെലവുകൾ പറഞ്ഞാൽ എന്താണ്, സ്ഥാപനത്തിലെ സാലറി കൊടുക്കണം, റെന്റ് കൊടുക്കണം, വേജസ് കൊടുക്കണം, പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി വാങ്ങിക്കണം, ഇങ്ങനെയുള്ളതിനെയൊക്കെ പറയുന്നതാണ് ചെലവുകൾ. ഇൻകം എന്തായിരിക്കും, ബിസിനസ്സിലേക്ക് ഇൻകം കിട്ടും, കമ്മീഷൻ കിട്ടും, അതേപോലെ തന്നെ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇതിനെയൊക്കെ എന്താണ് നമ്മൾ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, അസറ്റ്സ്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആസ്തികൾ. ബിസിനസ്സിൽ എന്തെല്ലാം ഉണ്ടോ, കൈവശമുണ്ടോ അതിനെ പറയുന്നതാണ് ആസ്തികൾ. ഇപ്പം ക്യാഷ് അസറ്റാണ്. അപ്പോൾ ക്യാഷ് അസറ്റാണ്, ബാങ്ക് അസറ്റാണ്, ഫർണിച്ചറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അസറ്റാണ്. അങ്ങനെയുള്ള എല്ലാറ്റിനെയും അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ബാധ്യത. ബിസിനസ്സിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്, ബാധ്യത. അതായത് മറ്റുള്ളവരുടെ എന്തെങ്കിലും ബിസിനസ്സിൽ കൈവശം വെച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്, അങ്ങനെയുള്ളതിനെ പറയുന്നതാണ് ലയബിലിറ്റി എന്നുള്ളത്. അപ്പോൾ ബിസിനസ് നടത്തുന്ന സമയത്ത് ഓണർ ബിസിനസ്സിലേക്ക് പൈസ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ലയബിലിറ്റി അവിടെ ഉണ്ടായി. ബിസിനസ്സിന് എന്താണ്, ഓണർക്ക് ഈ പൈസ കൊടുക്കാനുണ്ട് എന്നുള്ള ഒരു ബാധ്യത അവിടെ ഉണ്ടായി. അപ്പോൾ അതെന്താണ്, ഒരു ലയബിലിറ്റിയാണ്. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ
ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ചിന്തിക്കാൻ പാടുള്ളൂ. കാരണം അപ്പം മാത്രമാണ് അക്കൗണ്ടിങ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ ചെയ്യുന്നത് ബിസിനസ്സിലേക്ക് വന്നു, ബിസിനസ്സിൽ നിന്ന് പോയി, ഇങ്ങനെയുള്ളത് മാത്രമാണ് ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓണറുടെ ഭാഗത്തു നിന്നല്ല ചിന്തിക്കേണ്ടത്, ബിസിനസിന്റെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ 4 ആസ്പെക്റ്റുകൾ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് നോക്കാം. അക്കൗണ്ട്സിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്നാമത്തതാണ് പേഴ്സണൽ അക്കൗണ്ട്. എന്താണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അതേപോലെ തന്നെ വ്യക്തികളെ കുറിച്ചിട്ട് പറയുന്ന അക്കൗണ്ടുകളെ പറയുന്നതാണ് പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ളത്. അതായത് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതെന്താണ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഇപ്പൊ നമ്മൾ എന്താണ് പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ളത് നോക്കി. ഇനി ഈ ഓരോ അക്കൗണ്ടിനും ഓരോ റൂളുകൾ ഉണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളത് നോക്കാം. പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം, കൊടുക്കുന്ന ആളെ എന്താണ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾസ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് അടുത്തത് ഏതാണെന്നുള്ളത് നോക്കാം. അടുത്തതാണ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ അസറ്റുകളെ കുറിച്ച് പറയുന്ന അക്കൗണ്ടിനെ പറയുന്നതാണ് റിയൽ അക്കൗണ്ട് എന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് അസറ്റുകൾ? ക്യാഷ് ഒരു അസറ്റാണ്, ബാങ്ക് ഒരു അസറ്റാണ്, ഫർണിച്ചർ ഒരു അസറ്റാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ സംബന്ധിക്കുന്നതാണ് റിയൽ അക്കൗണ്ട് എന്നുള്ളത്. റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബിസിനസിന്റെ ഉള്ളിലേക്ക് വരുന്നതിനെയെല്ലാം ഡെബിറ്റ് ചെയ്യണം, ബിസിനസിന്റെ പുറത്തു പോകുന്നതിനെയെല്ലാം എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് മനസ്സിലായല്ലോ. നെക്സ്റ്റിലാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയും. നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. അതായത് ചിലവുകളെയെല്ലാം എന്താണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യണം, വരവുകളെയെല്ലാം എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ളത് പഠിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് നോക്കാം. അപ്പൊ കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പോ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മിസ്റ്റർ എ. അപ്പോ ഇതില് എ ആരാണെന്നുള്ളത് നോക്കാം. ഇതിൽ ഏതാണ് പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ളത് നോക്കാം. ആദ്യം ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിലെപ്പോഴും 2 ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആസ്പെക്റ്റുകൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഒന്ന് ഡെബിറ്റ് ആയിരിക്കും, മറ്റത് എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് ക്രെഡിറ്റ് ആയിരിക്കും. അപ്പൊ അതൊന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് എടുക്കണം, ഏതിനെ ഡെബിറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മിസ്റ്റർ എ എന്നുള്ളത്. അപ്പൊ പർച്ചേസ് പറഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും അറിയാം, എന്താണ്, ചെലവാണുള്ളത്. അതേപോലെ തന്നെ മിസ്റ്റർ എ പറഞ്ഞാൽ എന്താണ്, നമ്മൾ റൂളുകൾ പഠിച്ചു, പേഴ്സണൽ അക്കൗണ്ടിലാണ് വരിക. എ പറയുന്നത് എന്താണ്, ഒരു പേഴ്സൺ ആണ്. വ്യക്തികളെ കുറിച്ചിട്ട് പറയുന്നതാണ് എന്ത്, പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ളത്. അപ്പോ ഇവിടെ എന്തായിരിക്കും, എന്തിനെയാണ് ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്, പർച്ചേസ് എന്താണ്, ചെലവാണ്. അപ്പോൾ ചെലവുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് അക്കൗണ്ടിലാണ് വരിക, നോമിനൽ അക്കൗണ്ടിലായിരുന്നു. നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്തായിരുന്നു, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്. അപ്പൊ പർച്ചേസ് എന്താണ്, ചെലവാണ്. അപ്പൊ പർച്ചേസിനെ എന്താണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യണം. ഇനി അടുത്തത് എ ആണ്. എ എന്താണ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം എ ആണ്. അപ്പൊ എ അവിടെ എന്താണ്, ഗിവർ ആണ്. ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ എന്നുള്ളതാണല്ലോ പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള്. അപ്പൊ എ ഈ ഒരു ട്രാൻസാക്ഷനെ സംബന്ധിച്ച് എ എന്താണ്, ഗിവർ ആണ്. അപ്പൊ എ എന്താണ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ എൻട്രി എന്തായിരിക്കും വരിക, ജേണൽ എൻട്രി എന്തായിരിക്കും വരിക, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു മിസ്റ്റർ എ. ഇനി നമുക്ക് വേറൊരു ട്രാൻസാക്ഷൻ നോക്കാം. പെയ്ഡ് ക്യാഷ് ടു മിസ്റ്റർ അരുൺ. അരുണിന് ക്യാഷ് കൊടുത്തു. അപ്പൊ അവിടെ 2 ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണുള്ളത്, ഒന്നാമത്തെ എന്താണ്, ക്യാഷ് ആണ്. അപ്പൊ ക്യാഷ് ഏതിലാണ് പെടുക, അസറ്റ് ആണ് അത്. അപ്പൊ ക്യാഷ് എന്താണ് ഉണ്ടായത്, ബിസിനസ് പോയി. ക്യാഷ് ഏതിനാണ്, അപ്പൊ ക്യാഷ് ഏത് അസറ്റാണ്, റിയൽ അക്കൗണ്ടിന്റെ റൂളിലാണ് ക്യാഷ് വരിക. റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പൊ ഇവിടെ എന്താണ് ഉണ്ടായത്, ക്യാഷ് എന്താണ് ഉണ്ടായത്, പോവാണ് ഉണ്ടായത്. അപ്പൊ അതിനെ എന്താണ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് എന്താണ്, ആരൊക്കെയാണ് പൈസ കൊടുത്തത്, അരുണിനാണ് പൈസ കൊടുത്തത്.
അപ്പോൾ അരുൺ അവിടെ എന്താണ്? റിസീവർ ആണ്. അരുൺ എന്ത് അക്കൗണ്ടിലാണ് പെടുക? പേഴ്സണൽ അക്കൗണ്ടിലാണ് അരുൺ പെടുക. പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ മിസ്റ്റർ അരുൺ എന്താണ് ഉണ്ടായത്? സ്വീകരിക്കുകയാണ് ചെയ്യണത്. അപ്പൊ അരുണിനെ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും വരിക? മിസ്റ്റർ അരുൺ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരേ സമയത്ത് തന്നെ ട്രാൻസാക്ഷനിലെ ഒരു ട്രാൻസാക്ഷനെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു, മറ്റൊരു ട്രാൻസാക്ഷനിലെ ക്യാഷിനെ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് തീർത്തും ആപേക്ഷികമാണ്. അത് സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. പെയ്ഡ് സാലറി ₹10,000. സാലറി കൊടുത്തു. സാലറി എന്താണ്? ചെലവാണ്. അപ്പോൾ ചെലവാണെന്നുണ്ടെങ്കിൽ അത് ഏതിനാണ് പെടുക? നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്തായിരുന്നു? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. അപ്പോൾ സാലറി പറഞ്ഞാൽ എന്താണ്? ചെലവാണ്. അപ്പോൾ സാലറി എന്താണ് ചെയ്യേണ്ടത്? സാലറി കൊടുത്തു. അപ്പൊ ചെലവുകളെ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ സാലറി അക്കൗണ്ട് ഡെറ്റർ. ഇനി എന്താണ് കൊടുത്തത്? ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. സാലറി കൊടുക്കുന്ന സമയത്ത് ക്യാഷ് ആയിട്ടാണല്ലോ കൊടുക്കുക, അല്ലെങ്കിൽ ചെക്കായിട്ട്. രണ്ടാണെങ്കിലും അസറ്റ് തന്നെയാണ്. ക്യാഷ് ഏത് അക്കൗണ്ടിലാണ് വരിക? റിയൽ അക്കൗണ്ടിലാണ്. അപ്പോൾ റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്തായിരുന്നു? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് ഉണ്ടായത്? ക്യാഷ് എന്താണ്? ബിസിനസ്സിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ക്യാഷിന് എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ എൻട്രി എങ്ങനെയായിരിക്കും വരിക? സാലറി ചെലവാണ്. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു റൂള് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ജേണൽ എൻട്രി എഴുതാൻ പറ്റും. ഈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ളത് ഒരു ട്രാൻസാക്ഷൻ ബൈ ഹാർട്ട് പഠിക്കുമ്പോഴാണ് എഴുതാൻ ബുദ്ധിമുട്ട് തോന്നുന്നത്. പക്ഷേ ഇതിന്റെ റൂള് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഉറക്കത്തിലാണെന്നുണ്ടെങ്കിലും ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടന്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതേപോലെ തന്നെ അക്കൗണ്ടന്റ് ജോബ് ഇന്റർവ്യൂ ടിപ്സ്, ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോകളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോകളെല്ലാം കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.